വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് അമ്മമാരുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ക്യാമ്പസുകളിലെ അരാജകത്വം ഇനിയും രക്തസാക്ഷികളെ സൃഷ്ടിക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. തളിപ്പുഴയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത്. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി വനിതാ സംഘടനകൾ കോളേജുകളിൽ SFIയുടെ ഏകാധിപത്യ രീതിക്കെതിരെ അമ്മമാരുടെ നേതൃത്വത്തിൽ വെറ്റിനറി കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തന്റെ മകനുണ്ടായ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞു. അമ്മയായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ അവന് വേണ്ടിയല്ല, മറ്റുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇനി ഒരു കുട്ടികൾക്കും ഇതുപോലൊരു അവസ്ഥ അല്ലെങ്കിൽ ഇതുപോലൊരു അമ്മ ഉണ്ടാകരുത് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്ന് പറയുന്നു. അതുപോലെ ഇത്രയും നടന്നിട്ട് ഹോസ്റ്റലിലെ റൂം അടച്ചിടുകയോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അടച്ചിടുകയോ ചെയ്തിട്ടില്ല. ഈ തെളിവുകളൊക്കെ ഇനി എവിടുന്ന് കിട്ടും ഞങ്ങൾക്ക്? സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ ക്രൂരമായ മർദ്ദനമേറ്റതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. 3 ദിവസം ഒരു കുട്ടിയെ ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ആ അച്ഛൻ പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടിക്ക് കുറച്ച് വെള്ളം കൊടുത്തുവിടായിരുന്നു എന്നാണ്. നമ്മൾ പെറ്റ് വളർത്തിവിട്ട കുട്ടികളാണ്. അവരെ എന്തിൻ്റെ പേരിലായാലും ആ കുട്ടി എന്തെല്ലാം കുറ്റം ചെയ്താലും, കുറ്റം ചെയ്തിട്ടുണ്ടാവാം ആ കുട്ടി, പക്ഷേ ആ കുറ്റത്തിന് ശിക്ഷിക്കാൻ ഈ രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ കോളേജിൻ്റെ അധികാരികളെ പോലും അറിയിക്കാതെ ക്യാമ്പസിലെ കുട്ടികൾ, മുതിർന്നവരും ഒപ്പമുണ്ടായിരുന്നവരും ചേർത്ത് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ്. തളിപ്പുഴയിൽ നിന്നും വെറ്റിനറി കോളേജിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പ്രതിഷേധ സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുവാനാണ് വനിതാ സംഘടനകളുടെ തീരുമാനം. ജനം, വയനാട്.